Infosys, international മാർക്കറ്റ്സിലടക്കം പ്രോമിനന്റ് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് IT കമ്പനി. ഇന്ന് ലോകത്തൊട്ടാകെയുള്ള ഓഫീസുകളിലായി 3 ലക്ഷം ആളുകൾ പണിയെടുക്കുന്ന ഇൻഫോസിസ് സ്റ്റാർട്ട് ചെയ്തത് 1981-ൽ പൂനെയിലായിരുന്നു. ഫൗണ്ടറായ മിസ്റ്റർ നാരായൺ മൂർത്തി തന്റെ ഭാര്യ സുധാ മൂർത്തിയിൽ നിന്നും കടം വാങ്ങിയ 10,000 രൂപയായിരുന്നു ക്യാപിറ്റൽ. 1983-ൽ കമ്പനി ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. വളരെ ചെറിയ രീതിയിലാണ് ഇൻഫോസിസ് തുടങ്ങിയത്, പക്ഷേ ഇന്നിപ്പോൾ കമ്പനിയുടെ മൊത്തം മൂല്യം 6 ലക്ഷം കോടിയാണ്. തുടക്കത്തിൽ ആദ്യത്തെ ഒരു വർഷം ഒരു സോഫ്റ്റ്വെയർ കമ്പനി ആയ ഇൻഫോസിസിന് ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നില്ല എന്ന് ഓർക്കണം. അന്നത്തെ കാലത്ത് ഇന്ത്യയിൽ കമ്പ്യൂട്ടർ കിട്ടുന്നത് വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു. ഒരുപാട് ഹാർഡ് വർക്കിന് ശേഷം അവർ ആ കമ്പനി ബിൽഡ് ചെയ്ത് ഇന്നീ കാണുന്ന നിലയിലെത്തിച്ചു. 1999-ൽ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ IT കമ്പനിയായി ഇൻഫോസിസ്. നെത്തിങ്ങിൽ നിന്നും എവറിത്തിങ്ങിലേക്ക് ഇൻഫോസിസ് വളർന്നു. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് കാണുന്ന നിലയിലേക്ക് ഇൻഫോസിസിനെ എത്തിച്ച പ്രധാനപ്പെട്ട ഫാക്ടേഴ്സിനെ കുറിച്ചാണ്. വെൽക്കം ടു ഗ്രോ മലയാളം. ദിസ് ഇസ് ഷയാസ് റഫിയ മൊയ്തീൻ. നിങ്ങൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. പേഴ്സണൽ ഫിനാൻസിനെ കുറിച്ചും ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ക്വാളിറ്റി കോണ്ടന്റ്സ് ഓരോ ആഴ്ചയിലും നിരവധി വീഡിയോകളായിട്ട് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. സോ നിങ്ങൾ ആ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. നമുക്ക് ആദ്യം ഇൻഫോസിസിന്റെ ബിസിനസ് മോഡലിനെ കുറിച്ച് മനസ്സിലാക്കാം. തുടങ്ങിയ സമയത്ത് കമ്പനി ഫോക്കസ് ചെയ്തിരുന്നത് ടെസ്റ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സോഫ്റ്റ്വെയർ സർവീസിലാണ്. യൂറോപ്പ് ആൻഡ് USA നിന്നുള്ള ക്ലയൻസിലായിരുന്നു ഫോക്കസ്, കാരണം അവരിൽ നിന്നായിരുന്നു സ്റ്റേബിൾ റവന്യൂ വന്നുകൊണ്ടിരുന്നത്. ഇന്ന് ഇൻഫോസിസ് ഉള്ളത് SASS ബിസിനസ്സിലാണ്. SASS എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്നാണ്. ഇൻഫോസിസ് ഇന്ന് വൺ ഓഫ് ദ ലാർജസ്റ്റ് IT സർവീസസ് ആൻഡ് കൺസൾട്ടിംഗ് പ്രൊവൈഡേഴ്സ് ആണ്. ഈ പവർഫുൾ പ്ലേസിലേക്ക് ഇൻഫോസിസിനെ എത്തിച്ചത് അവരുടെ ഹാർഡ് വർക്കും കൺസിസ്റ്റൻസിയുമാണ്. ഇന്നിപ്പോൾ ഇൻഫോർമേഷൻ ടെക്നോളജി, ഔട്ട്സോഴ്സിംഗ്, കൺസൾട്ടിംഗ് ആൻഡ് മാനേജ്ഡ് സർവീസിലൊക്കെ ഇൻഫോസിസ് ഉണ്ട്. $13.6 ബില്യൺ റവന്യൂ ഇൻഫോസിസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇൻഫോസിസിന്റെ ഹിസ്റ്ററി പറയാം. 1989-ൽ ബാങ്ക്രപ്സിയുടെ വക്കിലെത്തിയതാണ് ഇൻഫോസിസ്. അതായത് പാപ്പരാവേണ്ടതായിരുന്നു എന്ന് USA-ൽ നിന്നുണ്ടായിരുന്ന KSA എന്ന കമ്പനിയുമായി പാർട്ട്ണറായി ഇൻഫോസിസ്. ആ കമ്പനി പൊളിഞ്ഞ് ബാങ്ക്രപ്റ്റ് ആയി. ഇത് ഇൻഫോസിസിന്റെ മേലെ ഒരുപാട് പ്രഷർ ഉണ്ടാക്കി. ആ കാലത്ത് ഇൻഫോസിസിന് ഒരു ഓഫർ വന്നു, $1 മില്യൺ കമ്പനി വിൽക്കാനുള്ള ഓഫർ. അതൊരു നല്ല ഐഡിയ ആണ് എന്ന് എല്ലാ പാർട്ട്നേഴ്സും സമ്മതിച്ചു, മിസ്റ്റർ നാരായൺ മൂർത്തി ഒഴികെ. കമ്പനി വിൽക്കേണ്ട എന്ന തീരുമാനമാണ് അദ്ദേഹം എടുത്തത്. അദ്ദേഹത്തിന്റെ ഈ മൂവ് മറ്റു പാർട്ട്നേഴ്സിനെ ഇൻസ്പയർ ചെയ്യുകയും നാരായൺ മൂർത്തിയുടെ കൂടെ അവർ നിൽക്കുകയും ചെയ്തു. ഇങ്ങനെ ബാങ്ക്രപ്സിയുടെ വക്കിലെത്തിയതിനു ശേഷം വളരെയധികം ഹാർഡ് വർക്കിലൂടെ ഇൻഫോസിസ് കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് 1991-ൽ ലിബറലൈസേഷൻ ഇന്ത്യയിൽ വരുന്നത്. ഇത് ഒരുപാട് രാജ്യങ്ങളിലേക്കുള്ള ബിസിനസ്സിലേക്ക് ഇൻഫോസിസിന് വാതിൽ തുറന്നു കൊടുത്തു. ആ ഒരു സമയം വരെയും IT ഇൻഡസ്ട്രിയും ഹാർഡ്വെയർ ഇൻഡസ്ട്രിയും ഡൊമിനേറ്റ് ചെയ്തിരുന്നത് US, ജപ്പാൻ, ജർമ്മനി എന്നീ രാജ്യങ്ങളായിരുന്നു. മുഴുവൻ ലോകവും സോഫ്റ്റ്വെയറിൽ ഫോക്കസ് ചെയ്തിരുന്ന സമയമായിരുന്നു അത്. തേർഡ് വേൾഡ് കൺട്രീസിൽ സോഫ്റ്റ്വെയർ സർവീസിന്റെ ചെലവാകട്ടെ വളരെ കുറവായിരുന്നു. ഒരുപാട് ക്ലയൻസ് അപ്പോൾ ഇതിനു വേണ്ടി ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങി. ഇത് ഇൻഫോസിസിന് ഒരു വിന്നിംഗ് മൂവ്മെന്റ് ആയിട്ട് മാറി. ഒരുപാട് ക്ലയൻസിനെ അവർക്ക് കിട്ടി. അതേസമയം ഇൻഫോസിസ് മാത്രമായിരുന്നില്ല ഈ മൊമെന്റത്തിൽ ഉണ്ടായിരുന്ന കമ്പനി. TCS, വിപ്രോ, NIT, സത്യം ഇവരൊക്കെ ഉണ്ടായിരുന്നു കൂടെ. ഇന്ത്യയിൽ ആ സമയത്ത് എഞ്ചിനീയേഴ്സിന്റെ ഗ്രാജുവേഷൻ റേറ്റും കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഈ കമ്പനികളുടെ ഒക്കെ വർക്ക് ഫോഴ്സ് ബൂസ്റ്റ് ചെയ്യാനുള്ള ഫാക്ടറായി മാറി. 1993-ൽ ഇൻഫോസിസ് IPOക്ക് പോയി. അങ്ങനെ ഫണ്ട് റേസ് ചെയ്തപ്പോൾ എല്ലാ സെക്ടറിനുമുള്ള സോഫ്റ്റ്വെയർ സർവീസ് ഇൻഫോസിസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി, ഇൻക്ലൂഡിംഗ് എയറോസ്പേസ്, കമ്മ്യൂണിക്കേഷൻ, ഹെൽത്ത് കെയർ, റീറ്റെയിൽ, ഷോപ്പിംഗ്, ബാങ്കിംഗ്, എനർജി ആൻഡ് ഇൻഷുറൻസ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇൻഫോസിസ് ബാങ്കിംഗ് സെക്ടറിനെ ക്രാക്ക് ചെയ്ത് മുന്നോട്ട് പോയത് എന്ന് നോക്കാം. 2000-ൽ ബാങ്കിംഗ് ഇൻഡസ്ട്രി ബൂം ചെയ്തു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കൂടുതൽ ബാങ്ക് അക്കൗണ്ട്സ് ഓപ്പൺ ആയിക്കൊണ്ടിരുന്നു നമ്മുടെ രാജ്യത്ത്. പക്ഷേ ഈ അക്കൗണ്ടുകളൊക്കെ കൂടെ മെയിൻറ്റെയിൻ ചെയ്യൽ ബാങ്കുകൾക്ക് ഒരു വലിയ പ്രോബ്ലമായി. ഇതിന്റെ സെക്യൂരിറ്റിയും ഒരു വലിയ കൺസേൺ ആയിരുന്നു. ഇന്നിപ്പോൾ നമ്മളൊക്കെ ഡിജിറ്റൽ ആൻഡ് സെക്യൂർ ബാങ്കിങ്ങിന്റെ ഗുണങ്ങൾ അനുഭവിക്കുന്നവരാണ്. പക്ഷേ അന്നത്തെ കാലത്ത് ഇതല്ലായിരുന്നു അവസ്ഥ. 1993-ൽ ഇൻഫോസിസ് അവരുടെ ഫസ്റ്റ് ബാങ്കിംഗ് പ്രൊഡക്റ്റ് തുടങ്ങിയിരുന്നു. ബാങ്ക്സ് 2000 എന്നായിരുന്നു പേര്. 2002-ൽ ഇൻഫോസിസ് ഈ സോഫ്റ്റ്വെയർ റീബ്രാൻഡ് ചെയ്തു ഫിനൈക്കിൾ എന്ന പേരിൽ. ഈ കാലത്ത് ഈ സോഫ്റ്റ്വെയർ കോർ ബാങ്കിങ്ങിൽ വിപ്ലവം ഉണ്ടാക്കി. എന്തായിരുന്നു ബാങ്കിംഗ് സെക്ടറിലെ അന്നത്തെ ഇഷ്യൂസ് നമുക്ക് നോക്കാം. ബാങ്ക്സ് അല്ലെങ്കിൽ ഫിനൈക്കിൾ എന്ന ഈ സോഫ്റ്റ്വെയർ വരുന്നതിന് മുൻപ് വരെ ഇന്ത്യയിലെ കോർ ബാങ്കിംഗ് ഇൻഡസ്ട്രി വളരെ ഡിഫറെന്റ് ആയിരുന്നു. ആളുകൾ ട്രാൻസാക്ഷൻസ് ട്രാക്ക് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും ഒക്കെ ലെഡ്ജേഴ്സ് ആണ് ഉപയോഗിച്ചിരുന്നത്. ഇതെല്ലാം ബാങ്കിലെ സ്റ്റാഫുകൾ മാനുവലി ആണ് ചെയ്തിരുന്നത്, കമ്പ്യൂട്ടറിന്റെ സഹായം ഇല്ലാതെ. പാസ്ബുക്കിൽ കാര്യങ്ങൾ എൻ്റർ ചെയ്തിരുന്നതും ബാങ്ക് എംപ്ലോയീസ് മാനുവലി ആയിട്ടായിരുന്നു. അന്ന് ഓരോ അക്കൗണ്ട് ഹോൾഡർക്കും വേറെ വേറെ ബാലൻസ് ഷീറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരാൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്താൽ കാഷ്യർ ആദ്യം ക്ലർക്കിന് അയാളുടെ പാസ്ബുക്ക് കൊടുക്കും. അപ്പോൾ ക്ലർക്ക് അയാളുടെ ബാലൻസ് ഷീറ്റ് എടുത്തിട്ട് മാനുവലി അത് അപ്ഡേറ്റ് ചെയ്യുകയായിരുന്നു
ആയിരുന്നു ചെയ്തിരുന്നത്. പലിശ കാൽക്കുലേറ്റ് ചെയ്യുന്നതും മാനുവലി ആയിട്ടായിരുന്നു. എന്നിട്ട് അത് ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യും. അതുകൊണ്ടൊക്കെ തന്നെ പൈസയുടെ പേയ്മെന്റ് ആൻഡ് ട്രാൻസാക്ഷൻ ഒരുപാട് ടൈമും എഫേർട്ടും വേണ്ട പണിയായിരുന്നു ബാങ്കുകൾക്ക്. ഇത് ഓരോ ബ്രാഞ്ചുകളും വേറെ വേറെ ചെയ്യുകയും വേണമായിരുന്നു. ആ സമയത്ത് ഡോക്യുമെന്റ്സ് നഷ്ടപ്പെടുമായിരുന്നു, ആളുകൾക്ക് പണം നഷ്ടപ്പെടുമായിരുന്നു, ഒരുപാട് തട്ടിപ്പുകൾ നടക്കുമായിരുന്നു. ഇതുകൊണ്ടൊക്കെ ബാങ്കുകൾ വളരെ അൺപ്രൊഡക്റ്റീവ് ആയിട്ടായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഇത് എന്തൊരു മെനക്കേടാണെന്ന് തോന്നുന്നില്ലേ? അപ്പോൾ ഒരുപാട് അക്കൗണ്ട് ഓപ്പണിംഗ് ഇങ്ങനെ കൂടിക്കൊണ്ടു വന്നിരുന്നപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്യുന്നത് ഭയങ്കര പണിയായിട്ട് മാറി നമ്മുടെ ബാങ്കുകൾക്ക്. അവിടെയാണ് ഫിനക്കിൾ സക്സസ് ആകുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം അഡ്രസ് ചെയ്യാൻ വേണ്ടി എല്ലാ ഗ്യാപ്പുകളും ഫിൽ ചെയ്യാൻ പാകത്തിൽ ഇൻഫോസിസ് ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്നു. അത് കോർ ബാങ്കിങ്ങിനെ റെവല്യൂഷനൈസ് ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും സിമ്പിൾ ആൻഡ് ഡിജിറ്റൽ ആയിട്ട് മാറുന്നു. അതിനുശേഷം എല്ലാ എൻട്രീസും സോഫ്റ്റ്വെയറിലേക്ക് ആദ്യം പോവുകയും കാൽക്കുലേഷൻസ് ഒക്കെ പിന്നെ സോഫ്റ്റ്വെയർ ചെയ്യാനും തുടങ്ങി. ഇത് ബാങ്കുകളുടെ ഒരുപാട് സമയം ലാഭിക്കുകയും ചെലവ് വളരെയധികം കുറയ്ക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ബാങ്കുകൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങുകയും ഇൻഫോസിസിന് അതുവഴി ഒരുപാട് റവന്യൂ ജനറേറ്റ് ചെയ്യാനും കഴിഞ്ഞു. വേറെ ആരും ഈ കാര്യത്തിൽ ഇൻഫോസിസിനൊപ്പം മത്സരിക്കാൻ ഉണ്ടായിരുന്നില്ല എന്നത് അവരെ ഒരു പവർഫുൾ പൊസിഷനിലേക്ക് എത്തിച്ചു. ഫിനാക്കിൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ആയിരുന്നു, സാസ്. ഈ സോഫ്റ്റ്വെയർ സെക്യൂരിറ്റി, പേയ്മെന്റ്സ് ആൻഡ് ട്രഷറി ഓപ്പറേഷൻസ് ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്തു. ഫിനാക്കിൾ ആക്ച്വലി ഒരു പ്രൊഡക്റ്റ് ആയിരുന്നെങ്കിലും അത് മാർക്കറ്റ് ചെയ്തിരുന്നത് ഒരു സർവീസ് ആയിട്ടാണല്ലോ, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, നമ്മൾ നേരത്തെ പറഞ്ഞ സാസ്. ഈ സാസിന്റെ ബിസിനസ് മോഡൽ ക്ലയൻസിനെ കുറെ കാലത്തേക്ക് പിടിച്ചു നിർത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബിസിനസ് മോഡൽ ആയിരുന്നു. ബിസിനസ്സിൽ ഒരു ടേം ഉണ്ട്, സ്വിച്ചിങ് കോസ്റ്റ്. സ്വിച്ചിങ് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഫറെന്റ് പ്രൊഡക്റ്റിലേക്ക് കസ്റ്റമർ മാറുമ്പോൾ കസ്റ്റമർക്ക് നേരിടേണ്ടി വരുന്ന കോസ്റ്റ് ആണ്. അപ്പോൾ ഫിനാക്കിളിൽ നിന്നും വേറൊരു സോഫ്റ്റ്വെയറിലേക്ക് മാറാനുള്ള ചെലവ് വളരെ കൂടുതലായിരുന്നു. ഇത് മാത്രമല്ല, ആളുകൾ എന്തെങ്കിലും ഒരു സാധനം കുറെ കാലത്തേക്ക് ഉപയോഗിച്ചാൽ പിന്നെ അതായിരിക്കും അവർക്ക് കൺവീനിയന്റ്. അതിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ അത്ര എളുപ്പമൊന്നും തോന്നില്ല. ഈ ജീനിയസ് സ്ട്രാറ്റജിയാണ് ഇൻഫോസിസ് യൂസ് ചെയ്തത്. ഫിനാക്കിൾ പ്രൊഡക്റ്റ് റീപ്ലേസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതിന്റെ കൂടെ അവർക്ക് ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ഇത് കാരണം നീണ്ട കാലയളവിലേക്ക് കൺസിസ്റ്റന്റ് ഇൻകം വന്നുകൊണ്ടിരുന്നു ഇൻഫോസിസിന്. ഇന്ന് ഫിനാക്കിൾ ആസ് എ സർവീസ് 100ഓളം രാജ്യങ്ങളിലായിട്ട് ലോകത്തൊട്ടാകെയുള്ള 1250 ബാങ്കുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മാനേജ്മെന്റ് സക്സസിനെ കുറിച്ച് നമുക്ക് പറയാം. ഇൻഫോസിസിന് അറിയാമായിരുന്നു നമ്മൾ ഇതുവരെ സംസാരിച്ച ബാങ്കിങ് സെക്ടറിലെ ആ ബൂം അധികകാലം നീണ്ടു നിൽക്കില്ല, അതുകൊണ്ട് യുണീക്കായി എന്തെങ്കിലും ബിൽഡ് ചെയ്തേ പറ്റൂ എന്ന്. എന്നാൽ മാത്രമേ കോമ്പറ്റീഷനിൽ മുന്നിട്ട് നിൽക്കാൻ കഴിയൂ എന്നും ഇനി അങ്ങോട്ട് ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് അവർക്കറിയായിരുന്നു. അതുകൊണ്ട് ഇൻഫോസിസ് രണ്ട് മെയിൻ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഒന്ന്, ബിൽഡിംഗ് ആൻ ഒപ്റ്റിമൈസ്ഡ് ബിസിനസ് പ്രോസസ്. രണ്ടാമത്തേത്, ബിൽഡിംഗ് ദ ബെസ്റ്റ് മാൻ പവർ ടു റൺ ദ ബിസിനസ്. ബിസിനസ് എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഇൻഫോസിസ് ഒരു ക്ലിയർ പ്രോസസ് സെറ്റ് ചെയ്തു. അവരുടെ ജോലികൾക്കായി എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങി അവർ. ഇത് നല്ല കാൻഡിഡേറ്റ്സിനെ ഗ്രേറ്റ് എംപ്ലോയീസ് ആക്കി മാറ്റി. അവർ വലിയൊരു എമൗണ്ട് ഈ പ്രോസസ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുകയും ചെയ്തു. ഇൻഫോസിസിന്റെ മൈസൂർ ട്രെയിനിങ് ക്യാമ്പസ് 337 ഏക്കർ വിസ്തൃതി ഉള്ളതും 10,000 ആസ്പിരൻസിന് ഒരേ സമയം ട്രെയിനിങ് കൊടുക്കാൻ കഴിയുന്നതുമാണ്. മോർ ദാൻ 2,000 crore rupees ആണ് ഈ ക്യാമ്പസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെലവാക്കിയത്. അപ്പോൾ ഇൻഫോസിസിന്റെ ഈ സ്റ്റോറിയിൽ നിന്നും നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ കഴിയുന്നത്, ഒരു സക്സസ്ഫുൾ പ്രൊഡക്റ്റോ സർവീസോ ഓർ ഈവൻ കമ്പനിയോ ബിൽഡ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ഗ്രേറ്റ് സ്ട്രാറ്റജി ഉണ്ടാവണം, അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പവർ ഉണ്ടാകണം. പിന്നെ ഇതെല്ലാം ഒരു തവണ മാത്രം ചെയ്ത് പിന്നെ അങ്ങോട്ട് റെസ്റ്റ് എടുക്കാം എന്നുള്ള ചിന്തയൊന്നും പറ്റില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച ഇൻഫോസിസിന്റെ കഥ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ഇൻഫോസിസിന്റെ ഈ സ്റ്റോറിയിൽ നിന്നും നിങ്ങളെ ഇൻസ്പയർ ചെയ്ത കാര്യം എന്താണെന്ന് കമന്റ് ചെയ്യാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.